കൊച്ചുവേളിയിൽ നിന്നും 3 മണിക്ക് എടുക്കുന്ന ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ മൂകാംബികയ്ക്കുള്ള യാത്ര തിരിച്ചത്. 3 ടയർ എസിയിൽ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1000 റുപ്പീസ് ചിലവാകും. ചെന്നത് ഓഫ് സീസൺ ആൻഡ് നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു സമയമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ തന്നെ കുളിച്ചിട്ട് നേരെ അമ്പലത്തേക്ക് പോകാനായിട്ടുള്ള പുറപ്പാടിലായിരുന്നു. പക്ഷെ ഞങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത്. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ടാക്സിക്കാരും ഓട്ടോക്കാരും നമ്മളെ അടുത്ത് ബാർഗെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഷെയറിങ്ങിനായിട്ട് ആൾക്കാർ കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് 2 പേര് കിട്ടി. അവരൊരു കപ്പിളായിരുന്നു. അപ്പോൾ നമ്മളുടെ ടാക്സി റേറ്റ് 900 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരുണ്ടായിരുന്നത് തന്നെ 450 കാര്യം കഴിഞ്ഞു. പിന്നെ അവിടുത്തെ റോഡ് നമ്മുടെ നാട്ടിലെ റോഡിലെ പോലല്ല, നല്ല അടിപൊളി റോഡായതുകൊണ്ട് അവർ നല്ല ചവിട്ടി പിടിച്ച് 40 മിനിറ്റ്സിനുള്ളിൽ തന്നെ മൂകാംബിക എത്തിച്ചു. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ടുള്ള യാത്രയായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർ തന്നെ അവിടെ തരക്കേടില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെ പറഞ്ഞു തന്നു. മയൂര ഗസ്റ്റ് ഹൗസ് എന്നാണ് പേര്. ഇവർ 800 റുപ്പീസ് ആണ് ഒരു ദിവസത്തേക്ക് വാങ്ങുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ വൈകിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് കഴിച്ച് റെസ്റ്റ് എടുത്ത് കുളിച്ചതിന് ശേഷം 3 മണിക്ക് തൊഴാൻ പോകാമെന്ന് കരുതി. വടക്കോട്ട് വാങ്ങിയ പവർ എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇരിക്കുന്നത് ഇവിടെയാണ്. ശ്രീചക്രം ശരിക്കില്ല, നമ്മുടെ ഭൂമിയിൽ ശരിയായ ശ്രീചക്രം ഇവിടെയാണ്. അപ്പോൾ ശ്രീചക്രത്തിൽ ആരുടെ അമ്മയുണ്ട്. അപ്പോൾ ഈ ശക്തി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പോൾ ശിവനില്ല, ശക്തി ശിവനില്ല, ആദ്യ പരാശക്തി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ അമ്മ എഴുതിയത് അതാ ശങ്കരൻ കാലടിയിൽ നിന്നും ഇവിടെ തന്നെ വന്നിട്ട് ചിത്രമൂലയിൽ തപസ് ചെയ്തിട്ട് അമ്മേനെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ചോറ് തന്നു. സാധാ മീൽസ് ആണ് വാങ്ങിയത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ 80 റുപ്പീസ് ആയിരുന്നു അവരുടെ മീൽസിന്. തരക്കേടില്ലാത്ത ഫുഡായിരുന്നു കഴിച്ചത്. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ വലിയ രുചിയൊന്നും വേണമെന്നൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെ കുളിച്ചൊക്കെ ഒരുങ്ങി അവസാനം 3 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ തൊഴാൻ വേണ്ടി ഇറങ്ങി. വലിയ തിരക്കില്ലാത്ത സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിരുന്നു. ചെന്ന് നിൽക്കാൻ വലിയ ക്യൂ ഇല്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി അമ്മയെ തൊഴുതു. 2-3 വട്ടം തൊഴുവാൻ പറ്റി. എന്നിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലിച്ചു. പിന്നെ അപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങി. പിന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു, അതും കണ്ട് അങ്ങനെ വൈകിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴേക്കാണ് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് തിരക്ക് കൂടി. ശ്രീവേദിയൊക്കെ കഴിഞ്ഞ് അമ്മ ഒന്നും കൂടെ കയറി തൊഴുത് മനസ്സ് നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് രാത്രി 3:30 നേത്രാവതി എക്സ്പ്രസ്സിൽ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു.